വർഷങ്ങൾക്ക് ശേഷം ഇന്നും ഞാൻ ആ സ്വപ്നം കണ്ടു. കുഞ്ഞുനാളിൽ ഞാൻ പിശാചും പ്രേതവും ഭൂതവുമാണെന്നൊക്കെ കരുതിയിരുന്ന, എന്നെ പേടിപ്പെടുത്തിയിരുന്ന ആ സ്വപ്നങ്ങൾ. അമ്മയുടെ പുറകിൽ മറഞ്ഞു നിന്ന് ഭയത്തോടെ നോക്കിയിരുന്ന അതേ രൂപങ്ങൾ കഴിഞ്ഞുപോയ രാത്രിയിൽ എന്നെ തേടി വീണ്ടും എത്തി. പോയ കാലങ്ങളിൽ പകർന്നു കിട്ടിയതും സ്വയം ആർജിച്ചതുമായ അറിവുകൾ കൊണ്ട് ഇന്ന് ഞാൻ തിരിച്ചറിഞ്ഞു, കുഞ്ഞുനാളിൽ ഞാൻ കണ്ടതും ഇന്നലെ വിളിക്കാതെ എൻ്റെ സ്വപ്നത്തിലേക്ക് കടന്നു വന്നതും ദൈവത്തിൻ്റെ ആൾരൂപങ്ങളാണെന്ന്. അതെ, അവർ തന്നെ, തെയ്യങ്ങൾ. ഞാൻ കണ്ട തെയ്യം. തെയ്യങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് വടക്കൻ മലബാറും അവിടുത്തെ സുന്ദരമായ ഗ്രാമങ്ങളും എൻ്റെ സൗഹൃദങ്ങളുമൊക്കെയാണ്. വർഷങ്ങൾക്ക് ശേഷം എന്നിലുണ്ടായ വെളിപാട് എന്നെ കൊണ്ടെത്തിച്ചത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിനടുത്തുള്ള കരിവെള്ളൂർ എന്ന ഗ്രാമത്തിലേക്കാണ്. വിശ്വാസികൾ കരിവെള്ളൂരിലെ ശിവക്ഷേത്രത്തിനടുത്തുള്ള പ്രാചീനമായ നെയ്യമൃത് കോട്ടത്തിലെ പ്രതിഷ്ഠയായ കരിവെള്ളൻ എന്ന കിരാതമൂർത്തിയായ ശിവന്റെ ഊര് കരിവെള്ളൂറായതാകാം എന്ന് പറയപ്പെടുന്നു. മഹാശിലായുഗം തൊട്ടുള്ള കോലത്ത് നാടിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്താൽ അനുഗ്രഹീതമായ ഇടമാണ് കരിവെള്ളൂർ. തെയ്യം കലയിലെ ആദ്യ ഗുരുനാഥനായ മണക്കാടൻ കുഞ്ഞിരാമൻ ഗുരുക്കളുടെ ഇടവും കരിവെള്ളൂർ തന്നെ. വിഷ്ണുമൂർത്തിയും ഭൈരവനും ഗുളികനുമൊക്കെ നിറഞ്ഞാടുന്ന ഭൂമി. ഈ മണ്ണിലെ ഓരോ മനുഷ്യ ജീവിതത്തിലും തെയ്യമെന്ന കലയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ജീവിതത്തിലെ പല നല്ല സന്ദർഭങ്ങളിലും എനിക്ക് താങ്ങും തുണയുമൊക്കെ ആയത് സൗഹൃദങ്ങളായിരുന്നു. ഇവിടെയും നിയോഗം അത് തന്നെയായിരുന്നു. തെയ്യങ്ങളെക്കുറിച്ച് അറിയണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ തന്നാലാവുന്നത് ചെയ്തു തരാം എന്ന് പറഞ്ഞ് നാട്ടിലേക്ക് ക്ഷണിച്ച എൻ്റെ ബാല്യകാല സുഹൃത്തിൻ്റെ വസതിയായ പയ്യളിക്കയില്ലത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു. ഈ ഗ്രാമത്തിൽ ഞാൻ ഏറെ കൗതുകത്തോടെ നോക്കിക്കണ്ട സ്ഥലമായിരുന്നു പയ്യളിക്കയില്ലം. ഏറെക്കുറെ ക്ഷയിച്ചു പോയെങ്കിലും പഴമയുടെ തനിമ നഷ്ടപ്പെടാതെ ഇന്നും ഈ ഇല്ലം കരിവെള്ളൂരിൽ നിലകൊള്ളും. അവിടെയുള്ളവരെയെല്ലാം കണ്ടു, പരിചയപ്പെട്ടു, കുശലാന്വേഷണം നടത്തി. സമയം വളരെ കുറവായതുകൊണ്ട് തന്നെ അധികം നേരം അവിടെ ചിലവഴിക്കുവാൻ കഴിഞ്ഞില്ല. തെയ്യങ്ങളെക്കുറിച്ച് അറിയുവാൻ, അതുമായി ബന്ധപ്പെട്ടവരെ കാണുവാൻ സുഹൃത്തിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ യാത്ര തുടർന്നു. പയ്യളിക്ക് നിന്നും നമ്മൾ തെയ്യങ്ങളെപ്പറ്റി കൂടുതൽ അറിയുവാനായി എത്തിച്ചേർന്നത് കൊടക്കാട് എന്ന സ്ഥലത്തെ ശംഭുമാഷിൻ്റെ വീട്ടിലേക്കായിരുന്നു. കൊടക്കാട് നെല്ലിയേരി ഇല്ലത്ത് സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെയും ദേവകി അന്തർജനത്തിൻ്റെയും മകനായി 1945 സെപ്റ്റംബറിൽ ജനനം. സർവകലാശാലാ തലത്തിൽ ഗവൺമെൻറ് കോളേജ് കാസർഗോഡ്, SN കോളേജ് കണ്ണൂർ, ഗവൺമെൻറ് ട്രെയിനിങ് കോളേജ് തലശ്ശേരി എന്നീ കലാലയങ്ങളിൽ പഠനം. രസതന്ത്രത്തിൽ ബിരുദം. തെയ്യം കലാരംഗത്തും ഗവേഷണം. അമ്മത്തെയ്യങ്ങൾ, കോലധാരികൾ എന്നീ പുസ്തകങ്ങളുടെ ലേഖകൻ. സ്മരണകളിലും കാലിക പ്രസിദ്ധീകരണങ്ങളിലും ലേഖകൻ. ഫോട്ടോഗ്രഫി, ചമയം എന്നീ മേഖലകളിൽ പ്രൊഫഷണൽ ആർട്ടിസ്റ്റായി മാഷിനെ അറിയപ്പെടുന്നു. മാഷ് നമസ്കാരം. ഈ തെയ്യങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പം മാഷിൻ്റെ കാഴ്ചപ്പാടിൽ എന്താണ് തെയ്യം എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തരാമോ? ശരിക്കും പറഞ്ഞാൽ ദൈവം എന്നതിൻ്റെ ചുരുക്കമായ പേരാണ് തെയ്യം എന്നത്. തെയ്യം എന്ന് പറയുന്നത് കലയാണ്, യാതൊരു സംശയമില്ല. ആ കലയോടൊപ്പം ചില അനുഷ്ഠാനങ്ങൾ കൂടി വരേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ അത് തെയ്യം എന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷേ ഈ തെയ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഈ റിസർച്ച് തുടങ്ങിയിട്ട് എത്ര വർഷമായി? 1990 മുതലാണ് ശരിക്കും ഒരു പഠനം എന്ന നിലയിൽ തുടങ്ങുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് വെറും ഒരു കാണൽ മാത്രമായിരുന്നില്ല. ആ കാണലോടൊപ്പം എന്തോ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനുള്ള പ്രേരണ അന്ന് തന്നെ ഉണ്ട്. തെയ്യത്തിന്റെ ഉത്ഭവം ഏത് കാലഘട്ടത്തിലാണെന്നുള്ളത് ഒന്ന് വിശദീകരിക്കാമോ മാഷി? മനുഷ്യർ ജീവിച്ചു തുടങ്ങിയ കാലം മുതൽക്ക് തന്നെ പറയേണ്ടി വരും. ആദ്യ കാലഘട്ടത്തിൽ ദൈവാരാധന തുടങ്ങിയിട്ടുണ്ട്. അതായത് പ്രകൃതിയെ മനുഷ്യൻ ആരാധിച്ചിരുന്നു ആദ്യ കാലഘട്ടത്തെ. അത് പിന്നെ അവിടെ തുടർന്ന് ഈ പ്രകൃതിയെ ആരാധിക്കാൻ, അതായത് മഴ, ഇടിമിന്നൽ, പ്രകൃതിയിൽ കാണുന്ന അതായത് നാഗം, പാമ്പുകൾ, വലിയ മരങ്ങൾ,
ഇതിൽ നിന്നെല്ലാം തന്നെ നമുക്ക് ഉപയോഗമുള്ളതുപോലെ തന്നെ അപകടങ്ങളും ഭീഷണികളും മനുഷ്യന് നേരിടേണ്ടി വന്നു. ഞാൻ പറഞ്ഞ എവല്യൂഷനായിട്ടുള്ള ക്രമേണ വളരെ സാവധാനത്തിലുള്ള ഒരു മാറ്റത്തിൽ കൂടിയാണ് തെയ്യത്തിലെത്തുന്നത്. മാഷിന്റെ ഒരു അറിവില് നിലവിൽ എത്ര തരം തെയ്യങ്ങളുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്? ഒരു തെയ്യത്തെ മറ്റൊരു തെയ്യത്തിൽ നിന്നും വേർതിരിക്കുന്നത് അതിൻ്റെ രൂപമാണ്. ആദ്യമായിട്ട് ആകൃതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 400-ലധികം വെറൈറ്റി തെയ്യത്തിനുണ്ടെന്ന് പറയേണ്ടി വരും. ഇനി ഈ രൂപം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചടങ്ങുകളിൽ കൂടി നോക്കുമ്പോൾ പിന്നെയും ഇതിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരും. അപ്പോൾ ഒരേ രൂപത്തിൽ തന്നെ വ്യത്യസ്ത ആവശ്യത്തിന് വേണ്ടി ഉടലെടുത്ത ദൈവങ്ങളുണ്ട്. മുമ്പ് ഒരു 10 കൊല്ലം മുമ്പ് ഉള്ളതിനേക്കാൾ തെയ്യങ്ങൾ ഇപ്പോഴുണ്ട്. ഓരോ കൊല്ലം കൂടുതൽ പുതിയ തെയ്യങ്ങളും വരുന്നുണ്ട്. അമ്പലങ്ങളിലും നായർ തറവാടുകളിലൊക്കെ തെയ്യം ഉണ്ടല്ലോ, അപ്പൊ ഇവ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, അതെന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഈ വീട്ടിലും തറവാടിലും തെയ്യങ്ങളും തെയ്യത്തിന്റെ സങ്കല്പവും വിശ്വാസം എല്ലാം ഒന്ന് തന്നെ രണ്ടിക്കും, ഒരേ ദൈവവും തന്നെ. പക്ഷേ ചടങ്ങുകളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണും. ഏറ്റവും പ്രകടമായി കാണുന്ന ഒരു വ്യത്യാസം ഞാനിപ്പോഴും പറഞ്ഞത് ഈ പ്രദർശനം വെക്കുക. മറ്റേ വീടിന് മുൻവശത്ത് കളിക്കുകയില്ലോ. ഒരിക്കലും ഈ വീടിനെ ചുറ്റോട് വീടിന്റെ വളപ്പിന്റെ അപ്പുറത്ത് പ്രദർശനം വെച്ച് വരുത്തുന്ന സാഹചര്യം ഇല്ല. അത് അമ്പലത്തിലേക്കോ ക്ഷേത്രത്തിലേക്കായി മാറുമ്പോൾ ഈ പ്രദർശനം വെക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാവും. മാഷേ, ഈ സ്ത്രീകൾക്ക് തെയ്യം നിഷിദ്ധമാണോ? സ്ത്രീകൾക്ക് തെയ്യം നിഷിദ്ധമാണെന്ന് പറയാൻ പറ്റുകയില്ല. കാരണം സ്ത്രീകൾ അവതരിപ്പിക്കുന്ന ഒരു തെയ്യമെങ്കിലും ഉണ്ട്. അത് നമ്മുടെ അടുത്ത് തന്നെയുള്ള ചെറുകുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് തെക്കുംപാട് ദ്വീപില് അവിടെ ആ ദേവക്കൂത്ത് അല്ലെങ്കിൽ വള്ളിക്കൂത്ത് എന്ന് പറയുന്ന ഒരു ദൈവമുണ്ട്. വള്ളിക്കൂത്ത് എന്ന് പറയില്ല ആ ദൈവത്തിൻ്റെ പേര്. അതായത് മലയ സമുദായത്തിൽപ്പെടുന്ന സ്ത്രീകളാണ് തെയ്യം അവതരിപ്പിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ ശുചിത്വം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഒരു പ്രത്യേകമായ വ്രതത്തോടു കൂടി മാത്രമേ ഒരു തെയ്യം കെട്ടാൻ പറ്റുള്ളൂ എന്നൊരു നിബന്ധന മാത്രമേ ഉള്ളൂ. കൊടക്കാട് നിന്നും ശംഭുമാഷ് പകർന്നു നൽകിയ അറിവുകളുമായി ഞാൻ ചെന്നെത്തിയത് മനിയേരി തറവാട്ടിലെ തിരിച്ചറിവുകളുടെ തെയ്യക്കളത്തിലേക്കായിരുന്നു. ചെണ്ട കൊട്ടുന്നതും കലാകാരന്മാർ പാടുന്നതുമൊക്കെ കൗതുകത്തോടെ നോക്കി നിന്നു. ശരീരമാസകലം മരവിപ്പ് പോലെ, ഭയം തെല്ലുമില്ല. ഭക്തിയാൽ നിറഞ്ഞ അന്തരീക്ഷം. അവിടെയുള്ള ഓരോ കാണികളുടെയും കണ്ണുകളിൽ എനിക്ക് തെയ്യത്തെ കാണുവാൻ കഴിഞ്ഞിരുന്നു. മറന്നു കാണാനും വിശന്നുണ്ണുവാനും കൊത്തന്റെ തേജോറും കൊത്തടിഞ്ഞതിന് ശേഷം ോത്ത് മാടത്തിലും
അത് കൊണ്ടുകൂട്ടി എൻ്റെ പേര് ശരത് മനിയേരി. ഇത് എൻ്റെ അച്ഛൻ്റെ തറവാടാണ്. ഇവിടെ ഇപ്പോൾ തെയ്യം കഴിഞ്ഞു. ഇത് ശരിക്കും വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കൊടക്കാട് എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ്. അപ്പോൾ ഇവിടെ 3 തെയ്യങ്ങളാണുള്ളത്. ഒന്ന് പൊട്ടൻ ദൈവം, അത് ഈ തറവാട്ടുകാരുടെ അതായത് അച്ഛൻ്റെ ധർമ്മദൈവമാണ്. പിന്നെ ഉള്ളത് 2 തെയ്യങ്ങൾ വേറെ ഉള്ളത് വിഷ്ണുമൂർത്തിയും ഗുളികൾ എന്ന് പറഞ്ഞ 2 ദൈവങ്ങളാണ് പിന്നെ ഉള്ളത്. പൊട്ടൻ ദൈവം എന്ന് പറയുന്നത് നമ്മുടെ പണ്ട് ഈ ഒരു ജാതി ഉച്ചനീചത്വങ്ങളൊക്കെ ഉണ്ടായ കാലത്ത്, അതായത് ഒരു നവോത്ഥാന ഒരു ഇതിലാണ് ശരിക്കും പൊട്ടൻ ദൈവത്തിനെ നമ്മൾ കാണുന്നത്. പൊട്ടൻ ദൈവത്തിന് ശരിക്കും 2 തരം മുഖപ്പാള എന്ന് അതിനെ പറയാം. മുഖത്ത് വെക്കുന്നതിനെ മുഖപ്പാള എന്നാണ് പറയാം. അതിലിവിടെ നമുക്ക് സ്വന്തമായിട്ട് ഒരു ഓട് കൊണ്ട് ഉണ്ടാക്കിയ ഒരു മുഖംമൂടി ഉണ്ട്, മുഖപ്പാളയുണ്ട്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് അതാണ് ഇവിടുത്തെ പ്രത്യേകത. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ഇവിടെ ജീവിച്ചിരുന്ന ആൾക്കാർ പണ്ട് എന്തെങ്കിലും സാധനങ്ങൾ കാണാതാവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും മോഷണം പോയാലൊക്കെ അവർ നേർച്ച ആയിട്ട് കൊടുക്കുന്ന ഒരു ഇതാണ്. അപ്പം അങ്ങനെ നേർച്ചയായിട്ട് ഒരു ഉണ്ടായിരുന്ന തറവാട്ടിലുണ്ടായിരുന്ന ഒരു ആൾ നേർച്ചയായിട്ട് കൊടുത്തതാണത്. അപ്പോൾ ആ തെയ്യം ശരിക്കും പൊട്ടൻ ദൈവം ഈ പറഞ്ഞ പോലെ ആദ്യം ഉപയോഗിക്കുന്നത്, ആദ്യം ആ തെയ്യം വരുന്ന സമയത്ത് ആദ്യം വെക്കുന്നത് ആ ഒരു മുഖപ്പാളയാണ്. ഇന്നലെ തെയ്യങ്ങൾ കണ്ടത് മുതൽ പ്രശാന്ത് പണിക്കർ എന്ന വലിയ കലാകാരനെ നേരിൽ കണ്ട് പരിചയപ്പെടണമെന്നും കൂടുതൽ അനുഭവങ്ങൾ ചോദിച്ചറിയണമെന്നും ആഗ്രഹിച്ചിരുന്നു. പിന്നെ അതിനു വേണ്ടിയുള്ള യാത്രയായി. പ്രശാന്ത് പണിക്കർ മലയൻ വീട്ടിൽ ഹരിഹരൻ പെരുമലയന്റെയും നളിനിയുടെയും മകനായി 1988 കാസർഗോഡ് ജില്ലയിലെ കൊടക്കാട് ജനനം. ആദ്യമായി തെയ്യം കെട്ടിയത് 3-ാമത്തെ വയസ്സിൽ. ഇതിനോടകം അദ്ദേഹം ഒരുപാട് തെയ്യങ്ങൾ കെട്ടിയാടുകയും കുറേയധികം പുരസ്കാരങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രശാന്ത് എത്ര വർഷമായി തെയ്യം കെട്ടി തുടങ്ങിയിട്ട്? ഏകദേശം ഏത് പ്രായം മുതൽക്കാണ്? 5-ാം വയസ്സിൽ തന്നെ തുടങ്ങി എന്ന് പറയാം. ആടി വേടം കെട്ടിയിട്ടാണ് ഫസ്റ്റ് തെയ്യത്തിലേക്ക് ഇറങ്ങുന്നത്. അതിനുശേഷം 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പണയക്കാട്ട് ആദ്യമായിട്ട് നമ്മളെ ക്ഷേത്രമില്ല, സ്കൂളിൻ്റെ അടുത്തില്ല ക്ഷേത്രം പണയക്കാട്ട്, ആടെയാണ് ആദ്യമായിട്ട് ഞാൻ വിഷ്ണുമൂർത്തിയുടെ കോലം ധരിക്കുന്നത്. പ്രശാന്ത് ഇതുവരെയായിട്ടും എത്ര തെയ്യക്കോലങ്ങളാണ് കെട്ടിയിട്ടുള്ളത്? ഏതാണ് ഏറ്റവും കൂടുതലായിട്ട് കെട്ടിയിട്ടുള്ള തെയ്യങ്ങൾ? ഒരുപാട് തെയ്യങ്ങൾ എൻ്റെ നാട്ടിലുണ്ട്. ആ തെയ്യെല്ലാം ജനകദേശമെല്ലാം കെട്ടിയ തെയ്യങ്ങൾ തന്നെയാണ്. അതിൽ കൂടുതൽ എന്ന് പറയുന്നുണ്ടെങ്കിൽ വിഷ്ണുമൂർത്തി ആണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കെട്ടിയിട്ടുണ്ടാവില്ല. അതേപോലെ പൊട്ടൻ തെയ്യമുണ്ട്, ചാമണ്ടിയുണ്ട്, ഗുളികനുണ്ട്. അതെല്ലാം ഒരുപാട് പ്രാവശ്യം കെട്ടിയ തെയ്യങ്ങളാണ്. പ്രശാന്തിന്റെ ജീവിതാനുഭവത്തിൽ എന്താണ് തെയ്യം ഒന്ന് പറയാമോ? എൻ്റെ ജീവിത അനുഭവത്തിൽ തെയ്യം എന്ന് പറഞ്ഞാൽ തെയ്യം ഒരു കലയല്ല, തെയ്യം ഒരു അനുഷ്ഠാന കർമ്മമാണ്. തെയ്യം ഒരു കലയല്ല, അനുഷ്ഠാന കർമ്മമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് എല്ലാവർക്കും പഠിച്ച് ചെയ്യാൻ പറ്റുമോ? എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി പറ്റൂല. അത് ഈ തെയ്യാട്ട് വിഷയത്തിൽ നിന്ന് തെയ്യം കെട്ടേണ്ട ആൾക്കാർ വേറെ സമുദായങ്ങൾ തന്നെ ഉണ്ട്. അതിലിപ്പം മലയൻ, വണ്ണാൻ, വേലൻ, കോപ്പാളൻ, മാവിലർ അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് സമുദായക്കാരുണ്ട്. അവർക്ക് മാത്രമേ ഈ തെയ്യത്തിന് കെട്ടിയാടാനുള്ള അധികാരമുള്ളൂ. എന്താണ് കളിയാട്ടം? പിന്നെ ഈ പെരുങ്കളിയാട്ടം എന്ന് കേട്ടിട്ടുണ്ടല്ലോ, ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? കളിയാട്ടം എന്ന് പറഞ്ഞാൽ ഈ കാലത്താൽ കഴിച്ചു വരുന്ന ക്ഷേത്രങ്ങളും തറവാട്ടുകളിലും എല്ലായിടത്തും കളിയാട്ടം തന്നെയാണ്. പെരുങ്കളിയാട്ടം എന്ന് പറയുമ്പോൾ ഈ വർഷങ്ങൾക്ക് ശേഷം ഈ മുച്ചറോട് വലിയ സ്ഥലങ്ങൾ അവിടെയെല്ലാം കഴിക്കുന്നതാണ് പെരുങ്കളിയാട്ടം. ഈ തെയ്യം കെട്ടുന്നതിന് മുമ്പുള്ള ഒരുക്കങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ? തെയ്യം കെട്ടുന്നതിന് മുമ്പുള്ള ഒരുക്കങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അടയാളം വാങ്ങി കഴിഞ്ഞ് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ചില സമയത്ത് ഈ അടയാളം തരുമ്പോൾ തന്നെ ഇന്നാൾ തെയ്യം കെട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മനസ്സുകൊണ്ട് എടുക്കുന്ന വ്രതം, വീട്ടിൽ നിന്ന് തന്നെ എല്ലാ ആഹാരങ്ങളും അത് കഴിച്ചിട്ട് വീട്ടിൽ തന്നെ നിൽക്കുക, നല്ലൊരു മനസ്സോട് കൂടിയിട്ട് പ്രാർത്ഥനകളും കാര്യങ്ങളായിട്ട് നിന്ന് അങ്ങനെ വേണം തെയ്യം കെട്ടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഒരുക്കങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സാധനങ്ങൾ ഉണ്ടാക്കുക, ആ തെയ്യത്തിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാൻ വേണ്ടി ശ്രമിക്കുക. ഈ അടയാളം കൊടുക്കൽ ചടങ്ങെന്ന് പറഞ്ഞല്ലോ, അതെന്താണ് ഈ അടയാളം കൊടുക്കൽ ചടങ്ങെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കിപ്പോൾ ഒരു തെയ്യത്തിൻ്റെ ഡേറ്റ് കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഒരു തറവാട്ടിലോ തെയ്യത്തിൻ്റെ ഡേറ്റ് കണ്ടു കഴിഞ്ഞാൽ തറവാട്ട് അംഗങ്ങളെല്ലാം കൂടിയിട്ട് ഈ അടയാളം തരലാണ്. ദിവസം പറഞ്ഞിട്ട് വെത്തിലടക്കി അതിൽ അടയാള പണമെല്ലാം വെച്ചിട്ട് തരുന്ന ഒരു ചടങ്ങാണ് അടയാളം കൊടുക്കൽ ചടങ്ങ്. ഒരു വർഷത്തിൽ എന്നും തെയ്യങ്ങൾ നടത്താൻ പറ്റുമോ, അതോ അതിന് പ്രത്യേക കാലയളവുണ്ടോ? തെയ്യത്തിൻ്റെ മാസങ്ങൾ എന്ന് പറഞ്ഞാൽ ത്ലാവം 10-ന് ശേഷമാണ് തെയ്യം തുടങ്ങുന്നത്. അത് തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ത്ലാവം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവമാസം വരെയാണ് അതിൻ്റെ സമയം. ഈ തെയ്യം കലാകാരന്മാർക്ക് സർക്കാരിൽ നിന്നും എന്തെങ്കിലും ആനുകൂല്യങ്ങളോ പിന്തുണയോ ലഭിക്കുന്നുണ്ടോ? 60 വയസ്സ് കഴിഞ്ഞവർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ അപ്പനെല്ലാം പെൻഷൻ കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മളെപ്പോലെയുള്ള ഈ ചെറുപ്പക്കാർക്ക് അങ്ങനത്തെ ആനുകൂല്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, ഇതുവരെ ഒന്നും ലഭിച്ചിട്ടില്ല.
അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഈ കൊറോണയുടെ സമയത്ത് തന്നെ നമ്മൾ ഒരുപാട് വിഷമിച്ചിട്ട് നമ്മൾ ഈ തെയ്യം കൊണ്ടാണ് നമ്മൾ ഉപജീവന മാർഗം മുമ്പോട്ട് പോകുന്നു. കൊറോണയുടെ സമയത്ത് പറഞ്ഞാൽ അന്നേരം സർക്കാരിൽ നിന്ന് ഒരു 2000 രൂപ കിട്ടുന്നുണ്ട് പറഞ്ഞിട്ട് എല്ലാവരും അപേക്ഷ എല്ലാം കൊടുത്തിട്ടുണ്ടായിനി. പക്ഷെ ആർക്കും ഒന്നും അതിൻ്റെ പ്രതിഫലം ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. എങ്ങനെയാണ് തെയ്യങ്ങൾ കെട്ടിയാടാൻ പഠിക്കുന്നത്? അതിന് എത്ര കാലം വേണ്ടി വരും? അതിന് പ്രത്യേക പരിശീലന കളരി ഉണ്ടോ? മലയ സമുദായത്തിൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പം മുതലേ തെയ്യത്തിൽ തന്നെ ഇറങ്ങി കളിക്കുന്നവരാണ്. അധികം ആൾക്കാരെല്ലാം കണ്ട് പഠിക്കൽ തന്നെയാണ്. പറയേണ്ട മൊഴികളും അതിൻ്റെ തോറ്റങ്ങളും എല്ലാം എഴുതിത്തരും. എല്ലാം വീട്ടിൽ നിന്ന് തന്നെയാണ്. പുരസ്കാരങ്ങൾ, അംഗീകാരങ്ങൾ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇപ്പം ഞാൻ പട്ടും വളയ മനുഷ്യ പണിക്കറാണ്. പുരസ്കാരം എന്ന് പറഞ്ഞാൽ ഞാനൊരു അഗ്നികണ്ഠാരണം കിട്ടീനി. പറ്റുവ തറവാട് പറഞ്ഞിട്ട് പലിയേരി പ്രശംസാപത്രം കിട്ടിയിട്ടുണ്ട്. തെയ്യത്തിന്റെ സീസൺ അല്ലാത്ത സമയത്ത് എങ്ങനെയാണ് നിങ്ങളുടെ ഉപജീവന മാർഗം? ഒന്ന് ഓട്ടോ എടുത്തിട്ടാണ് ജീവിക്കുന്നത്. തേപ്പിന്റെ പണിയോ അല്ലെങ്കിൽ പെയിന്റിങ്ങിനെല്ലാം പോയിട്ട് അങ്ങനെയുള്ള കുറച്ച് വിഷമങ്ങളെല്ലാം ഉണ്ട്. നൃത്തം ചെയ്യുന്ന ദേവസങ്കല്പമാണ് തെയ്യം. തെയ്യത്തിൻ്റെ നർത്തനം തെയ്യാട്ടമെന്നും തെയ്യത്തിൻ്റെ വേഷം തെയ്യക്കോലമെന്നും അറിയപ്പെടുന്നു. പ്രധാനമായും അമ്മ ദൈവങ്ങളാണ് തെയ്യങ്ങൾ. കൂടാതെ വീരന്മാരെയും തെയ്യങ്ങളായി ആരാധിക്കുന്നു. വൃക്ഷാരാധന, പർവ്വതാരാധന, അമ്മ ദൈവാരാധന, പ്രേതാരാധന, ശൈവ വൈഷ്ണവാരാധന എന്നിങ്ങനെ പല ആരാധനാ രീതികളുടെയും ഒത്തുചേരലാണ് തെയ്യം. ദൈവം എന്ന പദത്തിൽ നിന്നാണ് തെയ്യത്തിൻ്റെ ഉത്പത്തി എന്ന് ഹെർമൻ ഗുണ്ടർട്ട് പറയുന്നുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വടക്കേ മലബാറിൻ്റെ തനത് കലാരൂപമാണ് തെയ്യം. കാസർഗോഡ്, കണ്ണൂർ നമ്പ്യാർ നായർ, വാണിയർ, മണിയാണി, തീയർ എന്നീ വിഭാഗങ്ങളുടെ കാവുകളിലോ തറവാടുകളിലോ ആണ് പ്രധാനമായും ഈ അനുഷ്ഠാന കല കെട്ടിയാടുന്നത്. അധസ്ഥിത സമുദായക്കാർ നടത്തുന്ന നൃത്തമാണ് തെയ്യം. ഓരോ സമുദായത്തിനും നിശ്ചിത തെയ്യക്കോലങ്ങൾ കെട്ടിയാടാനുള്ള അവകാശം തമ്പുരാൻ നൽകിയിട്ടുണ്ടെന്നാണ് വിശ്വാസം. സങ്കീർണവും മനോഹരവുമായ മുഖത്തെഴുത്തും കുരുത്തോലകളും പൂക്കളും മറ്റും ഉപയോഗിച്ചുള്ള രക്തവർണ്ണാങ്കിതമായ ആടയാഭരണങ്ങളും ചെണ്ട, ചേങ്ങില, ഇലത്താളം, കുറുങ്കുഴൽ, തകിൽ തുടങ്ങിയ വാദ്യമേളങ്ങളും ലാസ്യതാണ്ഡവ നൃത്താദികളും സമ്മോഹനമായി സമ്മേളിക്കുന്ന തെയ്യം വിശ്വാസത്തോടൊപ്പം കലാസ്വാദന ചാതുര്യവും ഉണർത്തുന്ന അപൂർവമായ ഒരു അനുഷ്ഠാന കലയാണ്. ഓരോ തെയ്യങ്ങൾക്കും ഓരോ ഐതിഹ്യങ്ങളുള്ളതായി പറയപ്പെടുന്നു. ഭൈരവൻ തെയ്യത്തിൻ്റെ ഐതിഹ്യം ഇങ്ങനെ: ഉഗ്രരൂപിയായ തെയ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ഭൈരവൻ തെയ്യം. ശിവസങ്കല്പത്തിലുള്ള തെയ്യമാണ് ഭൈരവൻ തെയ്യം. ബ്രഹ്മഹത്യാശാപം നിമിത്തം മണ്ണിൽ കപാലവുമേന്തി ഭിക്ഷാടനം ചെയ്യേണ്ടി വന്ന ശിവരൂപമാണ് ഭൈരവൻ. ദേവാധിദേവനാം മഹേശ്വരന്റെ വിരാട് സ്വരൂപം കണ്ടുവന്ന് ബ്രഹ്മാവൊരിക്കൽ കള്ളം പറയുകയുണ്ടായി. എന്നാൽ ഇതുവരെ ആരും ദർശിച്ചിട്ടില്ലാത്ത തൻ്റെ വിശ്വരൂപം ബ്രഹ്മാവ് കണ്ടു എന്ന് പറഞ്ഞപ്പോൾ പരമേശ്വരന് സഹിച്ചില്ല. കുപിതനായ കൈലാസനാഥൻ വിധാതാവിൻ്റെ 4 ശിരസുകളിലൊന്ന് അടർത്തിയെടുത്ത് ദൂരെ എറിഞ്ഞു. എന്നാൽ ഫലമോ ബ്രഹ്മഹത്യാശാപം. 12000 സംവത്സരം കപാലവുമേന്തി മനുഷ്യലോകത്ത് ഭിക്ഷയാചിച്ച് നടക്കട്ടെ നീയെന്ന് ബ്രഹ്മദേവൻ രുദ്രനെ ശപിച്ചു. തന്മൂലം ഭിക്ഷാപാത്രമാം കപാലവും കയ്യിലേന്തി പൊയ്ക്കണ്ണും ധരിച്ച് ശരണഗതി തേടി മനുഷ്യലോകത്തിൻ്റെ മൺപാതകളിലൂടെ സഹസ്രാബ്ദങ്ങളോളം അലഞ്ഞു ഭൈരവരൂപിയാം മഹാദേവൻ. ഈ ഭിക്ഷാടന രൂപമാണ് ഭൈരവൻ തെയ്യമായി കെട്ടിയാടുന്നത്. മലയൻ സമുദായക്കാരാണ് ഈ തെയ്യം കൂടുതലായും കെട്ടിയാടി കാണപ്പെടുന്നത്. തെയ്യത്തെ പ്രാർത്ഥിച്ചുണർത്തുന്ന പാട്ടാണ് തോറ്റം പാട്ട്. പ്രത്യേക കാലങ്ങളിൽ സമൂഹ ജീവിതത്തെ സമർത്ഥമായി പ്രതിഫലിപ്പിക്കുന്ന സാഹിത്യരൂപം കൂടിയാണ് തോറ്റം പാട്ടുകൾ. തോറ്റം പാടുന്ന ഇളം കോലത്തിനും തോറ്റമെന്ന് പറയും. ചില തെയ്യങ്ങൾക്ക് തലേനാൾ വെള്ളാട്ടമാണ് കെട്ടിയാടുന്നത്. നൃത്തമാടുന്ന ദേവതകൾ. ഓരോ തെയ്യത്തിൻ്റെ തുടക്കത്തിന് പിന്നിൽ അതാത് ദേശവും കാലവും അനുസരിച്ച് വ്യത്യസ്ത ഐതിഹ്യങ്ങളുണ്ട്. കേരളോൽപ്പത്തി പ്രകാരം പരശുരാമനാണ് കളിയാട്ടം, പുറവേല, ദേവീയാട്ടം എന്നിവ സൃഷ്ടിച്ചത് എന്നാണ് ഐതിഹ്യം. അദ്ദേഹം തെയ്യം കെട്ടാനുള്ള അനുവാദം പാണൻ, വേലൻ, വണ്ണാൻ എന്നീ ജാതിക്കാർക്ക് കൽപ്പിച്ചു കൊടുത്തു. തെയ്യം കെട്ടിയാടി വരുന്നത് വണ്ണാൻ, മലയൻ, പുലയർ, ചെറുമർ, അഞ്ഞൂറ്റാൻ, മുന്നൂറ്റാൻ, വേലൻ, ചിങ്കത്താൻ, മാവിലൻ, കോപ്പാളർ അഥവാ
മൽക്കഥ എന്നീ സമുദായങ്ങളിൽപ്പെട്ടവരാണ്. ഒഴിഞ്ഞ തെയ്യക്കളത്തിലേക്ക് ഞാൻ നോക്കി നിന്നു. തിരിച്ചു പോകുവാൻ എനിക്ക് സമയമായി. സ്വപ്നത്തിൽ വന്നെന്നെ ക്ഷണിച്ചുകൊണ്ട് ഇവിടേക്ക് കൊണ്ടുവന്നതാണോ ഇവർ? അതോ ജനിച്ച നാടും വീടും പരദേവതകളെയുമൊക്കെ മറന്നു പോകരുത് എന്നുള്ള ഓർമ്മപ്പെടുത്തലും? എനിക്കറിയില്ല. ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു, കുഞ്ഞുനാളിൽ എൻ്റെ സ്വപ്നത്തിലേക്ക് അവർ വന്നത് നീ ഇവിടം വിട്ടു പോകരുതേ എന്ന് പറയാനായിരുന്നു. നാളുകൾക്ക് ശേഷം അവർ എന്നെ തിരിച്ചു വിളിച്ചു. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. പിറന്ന മണ്ണും വളർന്ന വീടും മറന്നു പോകരുതേ എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. കഴിഞ്ഞു പോയ നല്ല ദിവസങ്ങൾ എനിക്ക് മറക്കാൻ പറ്റില്ല. നഗരത്തിൻ്റെ തിരക്ക് പിടിച്ച ജീവിതത്തിലേക്ക് ഞാൻ തിരിച്ചു മടങ്ങുകയാണ്. ഇനിയും ഞാൻ നിങ്ങളെ തേടി വരും. എനിക്കുറപ്പുണ്ട്, ഞാൻ വന്നില്ലേലും കൂട്ടിക്കൊണ്ടുപോകാൻ നിങ്ങളുണ്ടെന്നുള്ള ഉറച്ച വിശ്വാസം. അതെ, ഇതായിരുന്നു ഞാൻ കണ്ട തെയ്യം.